ഇനി നമുക്ക് രണ്ടാമത്തെ കഥയിലേക്ക് കിടക്കാം. എലിയാസർ ബൻ ദാമ എന്ന് പറയുന്ന മറ്റൊരു എലിയാസർ, അതായത് ദാമയുടെ മകൻ എലിയാസർ. ആദ്യത്തെ കഥയിൽ കണ്ട എലിയാസർ അല്ല കേട്ടോ ഇത്. മാത്രമല്ല ഇദ്ദേഹം ഒരു റബ്ബിയുമല്ല. ഈ കഥയില് ഈ എലിയാസറിനെ ഒരു പാമ്പ് കടിക്കുന്നു. അപ്പോൾ നമ്മുടെ കേഫർഷിക്കിനിൽ നിന്നും വരുന്ന യാക്കോബ് ഇവിടെയും വരുന്നു. ഇവിടെ യാക്കോബ് എന്നുള്ള പേര് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യത്തെ കഥയിൽ കേഫർഷിക്കിനിൽ നിന്ന് വന്ന ഒരാളെന്ന് മാത്രമേ പറയുന്നുള്ളൂ. രണ്ടുപേരും മിക്കവാറും ഒരാൾ തന്നെ ആയിരിക്കാനാണ് സാധ്യത. രണ്ട് കഥയിലെയും വില്ലൻ കഥാപാത്രമാണ് ഇദ്ദേഹം ഇവിടെ വരുന്നു. എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ ഇദ്ദേഹത്തെ സുഖമാക്കാമെന്ന് അവകാശപ്പെടുന്നു. പക്ഷെ ഇസ്മായിൽ എന്ന് പറയുന്ന റബ്ബി സമ്മതിക്കുന്നില്ല. മിക്കവാറും നമ്മുടെ എലിയാസറിന്റെ ഏതെങ്കിലും അടുത്ത ബന്ധുവായിരിക്കും. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, നമ്മുടെ എലിയാസർ മരിച്ചുപോയി. ഇവിടെ തീർച്ചയായും യേശുവിനെ ഒരു അത്ഭുത ശക്തിയുള്ള നാമമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതായത് പാമ്പ് കടിച്ച വ്യക്തിയെ സുഖമാക്കാം, യേശുവിന്റെ നാമത്തിൽ സുഖമാക്കാം എന്നൊക്കെ ആണല്ലോ അവകാശവാദം. പക്ഷെ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, മനോജ് പറഞ്ഞ റബ്ബി അല്ല ഇദ്ദേഹം യേശുവിനെ കുറിച്ച് ഒന്നും പറയുന്നുമില്ല. മാത്രമല്ല ഏർലിയർ മാനുസ്ക്രിപ്റ്റുകളിൽ ഒന്നും തന്നെ 5-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 9-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഏതെങ്കിലും മാനുസ്ക്രിപ്റ്റില് യേശു ബൻ പാന്തേര എന്ന ഒരു റെഫറൻസ് ഇല്ല. ഫുൾ വീഡിയോ എൻ്റെ തിയോലോജിക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് യുക്തിസഹമായി മറുപടി നൽകുന്നതിനോടൊപ്പം നുണക്കഥകളെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നതാണ്. എൻ്റെ ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. അതിനായി വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ആക്റ്റീവായി എൻ്റെ ഒപ്പം ചേരാനും നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്.